റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഈ മദീനയിലുള്ളതായ ഇസ്ലാമിക അന്തരീക്ഷവും ചുറ്റുപാടും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ യുദ്ധങ്ങൾ ആരംഭിച്ച് ഫുതൂഹാത്തുകൾ തുടങ്ങി നാടുകൾ റിപ്പബ്ലിക്കുകളാക്കി ഗനീമത്തുകളൊക്കെ ശേഖരിക്കുന്നതിന് മുമ്പ് വല്ല മയ്യത്തും മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്നാൽ റസൂൽ ചോദിക്കും, അയാൾ വല്ലവർക്കും കടം കൊടുക്കാനുണ്ടോ എന്ന്. അപ്പോൾ ആരെങ്കിലും അതേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ റസൂൽ പറയും, എന്നാൽ നിങ്ങൾ നിസ്കരിച്ച ആൾക്ക് കേട്ടോ. അയാൾ വല്ലവർക്കും കടം കൊടുക്കാനുണ്ട് എന്ന് കേട്ടാൽ റസൂൽ എന്ത് പറയും? നിങ്ങൾ നമസ്കരിച്ചു വന്നു. കാരണം റസൂൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്നല്ല റസൂൽ പറയുന്നത്, ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്ന്. അദ്ദേഹം പുറത്തു കൊടുക്കാൻ അവകാശിയല്ല, കാരണം മറ്റുള്ള ആൾക്ക് എന്തുണ്ട്? കടം കൊടുക്കാനുണ്ട്. ഷഹീദിന് വരെ കടം പുറത്തു കിട്ടുകയില്ല എന്നാണ് റസൂൽ പറയുന്നത്. ഷഹീദ് സുബ്ഹാനല്ലാഹ്. ഇത് ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ ബൈത്തുൽ മാലിൽ സമ്പത്തുകൾ, സക്കാത്തുകൾ ശേഖരിച്ചു. മറ്റു നാടുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഇസ്ലാം റിപ്പബ്ലിക്കാക്കിയ നാടുകളിൽ നിന്നിട്ട് ധാരാളം കാശുകൾ ഇവിടെ ശേഖരിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒലിയില്ലാത്ത ആൾക്ക് ഞാൻ ഒലിയാണ്, കാശില്ലാത്ത ആൾക്ക് ഞാൻ കാശ് അവരുടെ കടം വീട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലവർക്കും കടമുണ്ടെന്ന് കേട്ടാൽ അവരുടെ കടം ബൈത്തുൽ മാലിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടാറായിരുന്നു പതിവ്. സക്കാത്തിൻ്റെ സമ്പത്തുണ്ടെങ്കിൽ അതിൽ നിന്നിട്ടും വീടുകയും ചെയ്യും. ഉമറുൽ ഖത്താബിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കിലേക്ക് അബൂ മൂസൽ അശ്അരി മൂപ്പര് സമ്പത്ത് ശേഖരിച്ചു കൊണ്ടുവരാൻ, സക്കാത്ത് ശേഖരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചതായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നിട്ട് ഉമറിൻ്റെ അടുക്കിലേക്ക് ചെന്നു. നിങ്ങൾ എന്താണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു മെല്യൻ ഉമർ ഞെട്ടി. ഒന്നുകൂടി പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഒരു മെല്യൻ എന്നല്ല പറയുന്നത്, അവരുടെ അറബികളുടെ പണ്ടത്തെ എണ്ണത്തിലാണ്. ഉമർ ഞെട്ടി. ഒന്നുകൂടി മടക്കി പറയാൻ പറഞ്ഞു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല ഒരു മെല്യൻ ദിർഹമോ അല്ലെങ്കിൽ ദീനാറോ? സുബ്ഹാനല്ലാഹ്. എന്താണ് കേൾക്കുന്നത്? യമനിലുള്ളവരെല്ലാം ധർമ്മം വാങ്ങാൻ അർഹരല്ലാത്തവരായി മാറുന്ന രൂപത്തിൽ സമ്പന്നരായി മാറിയിരിക്കുകയാണ്. എന്ത് കാരണത്താൽ? കൊടുക്കേണ്ടതുപോലെ സക്കാത്ത് കൊടുത്തത് കാരണത്താൽ. അതുകൊണ്ട് ഇനിമേലിൽ എൻ്റെ ഭരണകൂടത്തിൽ സക്കാത്ത് വാങ്ങുന്നവരുണ്ടാവാത്ത രൂപത്തിൽ എന്ത് വേണം? നിങ്ങൾ സക്കാത്ത് വിതരണം ചെയ്യണം. അത് റായിൻ്റെ കയ്യിൽ അവകാശം എത്തേണ്ടതുണ്ടെങ്കിൽ, ഒരു കൃഷിക്കാരൻ്റെ കയ്യിൽ എത്തേണ്ട അവകാശം വരെ അത് എത്തിക്കൽ ഉമറിന് ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രയാസത്തോടു കൂടിയായിരുന്നു ആ വാർത്ത കേട്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ നാം ചിന്തിക്കാറുണ്ടോ? കുടുംബ മെമ്പർമാരിലിട്ട് തന്നെ ഒരു വ്യക്തി അവശനാണെന്ന് കേട്ടാൽ അവനെ ഇനി ഇറക്കുന്നവനല്ലാത്ത രൂപത്തിൽ ജീവിപ്പിക്കാനുള്ള കഴിവ് ഇവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ചെയ്യൂല. എടോ, എന്താ അവനൊരു രക്ഷ വാങ്ങിക്കൊടുത്തൂടെ? അവൻ രക്ഷ കൂട്ടുന്ന ആളാണെങ്കിൽ നീ ഒരു രക്ഷ വാങ്ങിക്കൊടുക്കുക. എന്നാൽ പിന്നെ അവനെ ഇറക്കുന്ന നിൽക്കുമല്ലോ. അത് ചെയ്യൂല. ചിലപ്പോൾ ഇവൻ്റെ കാശ് സക്കാത്ത് കൊടുക്കാൻ ഒരു രക്ഷയല്ല, 10 രക്ഷയല്ല, അതിൽ കൂടുതൽ രക്ഷ വാങ്ങാൻ മാത്രം കാശുണ്ടായിരിക്കും. എന്നാലും കാട്ടൂല. പിന്നെയോ റമദാൻ 27-ാം തീയതി എന്ന പേരിൽ ഒരു ദിവസം വരുമ്പോൾ കുറച്ച് ചില്ലറ കാശുണ്ടാക്കിയിട്ട് ജനങ്ങൾ അറിയാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വിതരണം ചെയ്യും. 5 റുപ്യയോ 10 റുപ്യയോ അതായിരിക്കും സക്കാത്ത്. മൂപ്പൻ അത്രമാത്രമല്ലായിരിക്കും മൂപ്പൻ്റെ സക്കാത്ത്. അങ്ങനെയുള്ളവരോട് റബ്ബ് പറയുന്നത് എന്ത്? അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാത്തവർ ഫബശ്ശിർഹും, അവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത നൽകുക. പരിഹസിക്കാണ് അല്ലാഹു. സന്തോഷവാർത്ത നൽകുക. എന്ത്? ബിഅദാബിൻ അലീം, കഠോരമായ ശിക്ഷ അവർക്ക് ലഭിക്കും. യൗമ യുഹ്മാ അലൈഹാ, അവർക്ക് ചൂടുപിടിപ്പിക്കപ്പെടുന്നതാണ്. ഫീ നാരി ജഹന്നമ, ജഹന്നമിന്റെ തീയിലൂടെ അവരെ ചൂടുപിടിക്കപ്പെടും. ജിബാഹും, അവരുടെ ജിബാഹ് ജബീൻ, ഇതാണ് ജിബാഹ്. എന്തുകൊണ്ട്? ഒരാൾ ചോദിക്കാൻ വരുമ്പോൾ ആദ്യം വരൽ ഏത് ഭാഗത്തിൽ കൂടിയാണ്? മുമ്പിൽ കൂടിയാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത് അവിടെ നിന്ന് ആ മുഖത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ജിബാഹും, അവൻ സ്വർണത്തെയോ വെള്ളിയെയോ ഡോളറിനെയോ സൂക്ഷിച്ചു വെച്ചതിനെ അതിലൂടെ ചൂട് പിടിപ്പിക്കപ്പെടും അവൻ്റെ നെറ്റിത്തടത്തെ. ഓ ജുനൂബും, പിന്നെ പെരുന്നാളിലേക്ക് എന്താ കാട്ടൽ? ഇത് സൈഡ് കാട്ടും. അവൻ അവിടുന്ന് സ്ഥലം മാറും.
അല്ലേ? അതുകൊണ്ട് സൈഡിനെയും ചൂട് പിടിപ്പിക്കും. പിന്നെയോ ജുനൂബും ജിബാഹും ജുനൂബും അവരുടെ സൈഡിനെ, പിന്നെ ദുഹൂറും അവരുടെ ബാക്ക് സൈഡിനെ എന്താണ് ചെയ്യുക? നേരിട്ട് പിന്തിരിയുമ്പോൾ വിരൽ ബാക്ക് സൈഡാണ്. കണ്ടില്ലേ? അള്ളാഹു പറഞ്ഞ ശൈലിയെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. അള്ളാഹ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ചൂടുപിടിപ്പിക്കൽ ആദ്യം മുമ്പത്തെ ഭാഗം, കാരണം പിന്തിരിയാൻ ആദ്യം ഉപയോഗിക്കുന്നത് മുൻഭാഗം, പിന്നെ ജുനൂബും സൈഡ് ഭാഗം, പിന്നെ ളുഹൂറും ബാക്ക് ഭാഗം. എന്നിട്ട് അവനോട് പറയപ്പെടും, ഹദാ മാ കനസ്തും ലിഅൻഫുസിക്കും, പിടിച്ചോ നീ സൂക്ഷിച്ച കാശാണിത്, പിടിച്ചോ നീ സൂക്ഷിച്ച ഡോളറാണിത്, പിടിച്ചോ നീ സൂക്ഷിച്ച സ്വർണ്ണമാണിത് എന്ന് അവനോട് പറയപ്പെടും. ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ സൂക്ഷിച്ചതിനെ നിങ്ങൾ ശരിക്ക് രുചിച്ചോളീനെന്ന് പരലോകത്തിൽ അള്ളാഹു പറയുമെന്ന് ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന ഖുർആനിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വാണിംഗ് നൽകുന്നു. അള്ളാഹ് നമ്മെ ഇങ്ങനെയുള്ള അപകടം